ജീവിതങ്ങൾ. ഡോക്യുമെന്ററിയിലെ മറ്റൊരു ഭാഗം ശ്രദ്ധിക്കൂ. ആചാര അനാചാരങ്ങളുടെ പേരിൽ ഏർവാടിയെ വിമർശിക്കുന്നവരുണ്ട്. എന്നാൽ എന്താണ് വസ്തുത? ദീനീ വിജ്ഞാനങ്ങൾ പഠിക്കാനും സത്യമെന്തെന്നറിയാനും കേരളീയർക്ക് അനുകൂല സാഹചര്യമാണുള്ളത്. പൂർവിക പണ്ഡിത മഹത്തുക്കളുടെ ശ്രമഫലമായി പാരമ്പര്യമായും കേരളീയർക്ക് ദീനീ വിദ്യാഭ്യാസം ലഭിച്ചു. പക്ഷേ തമിഴ് മക്കൾക്ക് ആ ഭാഗ്യമുണ്ടായില്ല. അവരിന്നും ദീനീ രംഗത്ത് അജ്ഞരാണ്. അത് അവരുടെ ജീവിതത്തിൽ പലപ്പോഴും നിഴലിച്ചു കാണുന്നുവെന്നത് ഒരു ദുഃഖസത്യമാണ്. നമുക്ക് ലഭിച്ച സൗഭാഗ്യത്തിൽ അഹങ്കരിക്കാതെ ഈ സഹോദരങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകി അവരെ സൽവഴിയിൽ നടത്താൻ ശ്രമിക്കുകയാണ് നാം ചെയ്യേണ്ടത്. അല്ലാതെ കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിച്ച് ആക്ഷേപിക്കുകയല്ല. ചിലരുടെ നിരുത്തരവാദപരമായ സമീപനം മൂലം ദുരന്തങ്ങളും വിപത്തുകളും എവിടെയുമെന്ന പോലെ ഏർവാടിയിലും സംഭവിച്ചേക്കാം. അതിന് പുണ്യാത്മാക്കൾ ഉത്തരവാദികളല്ലെന്ന് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? ദർഗാ പരിപാലക ട്രസ്റ്റും ഇതിന് ഉത്തരവാദികളല്ലെന്ന് വസ്തുനിഷ്ഠമായി അന്വേഷിച്ചാൽ ബോധ്യപ്പെടും. എത്രമാത്രം സാമൂഹ്യ വിരുദ്ധമാണ് ഈ ദുർബല ന്യായീകരണങ്ങൾ എന്ന് ഏർവാടിയിൽ എത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ചങ്ങലകളെ പൂമാലകളാക്കുകയും ബന്ധനത്തെ ആത്മീയ അനുഭൂതിയാക്കുകയും ചെയ്യുന്ന പുരോഹിതന്മാർ ചങ്ങലക്കിട്ടവരുടെ ശരീരത്തിലെ മുറിവുകൾ കണ്ടില്ലെന്ന് നടിക്കുന്നു. ശരീരവും മനസ്സും മരവിച്ച മനുഷ്യർ മൃഗങ്ങളെപ്പോലെ ഏർവാടിയുടെ പീഡന കേന്ദ്രങ്ങളിൽ നരകിക്കുന്നത് അവഗണിക്കുന്നു. ഏർവാടി ശുഹദാക്കന്മാർ സ്വപ്നത്തിലും രാത്രിയുടെ മറവിലും വന്ന് രോഗികളെ ചികിത്സിക്കുന്നുവെന്ന വിശ്വാസം പ്രചരിപ്പിക്കുവാൻ ഇവർ ശ്രമിക്കുന്നു. ഒരു വലിയ വിഭാഗം ദുർബല വിശ്വാസികൾ ഇത്തരമൊരു തെറ്റിദ്ധാരണയ്ക്ക് വിധേയരാണ്. മെഡിക്കൽ കോളേജുകളിൽ നിന്നും ആതുര ശുശ്രൂഷാ കേന്ദ്രങ്ങളിൽ നിന്നും തിരസ്കരിക്കപ്പെടുന്ന രോഗികൾക്ക് ഓപ്പറേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഏർവാടി ശുഹദാക്കന്മാർ ചെയ്തു കൊടുക്കുന്നുവെന്ന കഥകൾ ഏർവാടിയുമായി ബന്ധപ്പെട്ട് പ്രചരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഈയിടെ ഒരു ഓപ്പറേഷൻ നടന്നായിട്ട് എനിക്കറിയാം. ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട ഹാക്കിംഗ് ഡോക്ടർ പാപ്പാടിക്ക് ഒരു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ 1.5 ലക്ഷം രൂപയോളം വില പറഞ്ഞ തല ഓപ്പറേഷൻ പറഞ്ഞു. അദ്ദേഹം ആ കുട്ടിയായിട്ട് ഇവിടെ വരുവുണ്ടായി. ഇവിടെ കിടന്ന് നിലവിളിച്ച് കിടന്ന് കരഞ്ഞതിന് ശേഷം ഉപ്പാപ്പ സ്വപ്നത്തിൽ കാണിച്ചു കൊടുത്ത് ഹാക്കിംഗ് ഡോക്ടർ പാപ്പാടിക്കെ കൊണ്ട് കിടത്താൻ പറഞ്ഞു. അങ്ങനെ അവിടുന്ന് നേരെ ഹാക്കിംഗ് ഡോക്ടർ പാപ്പാടിക്കെ കൊണ്ട് കൊടുത്തി. ഒറ്റ ദിവസം കൊണ്ട് തന്നെ തല ഇങ്ങനെ ഓപ്പറേഷൻ ചെയ്യുകയും ആ ആശുപത്രിയില്ല തുണി ഇങ്ങനെ വെച്ച് കെട്ടുകയും പഞ്ഞികളും എല്ലാം ഉണ്ടാവുകയും ചെയ്യും. അതേപോലെ നേരം വെളുത്തപ്പോൾ എങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് വിടുന്നു അതുപോലെ കൈ ക്ലിയർ ആയിട്ട് തല ഹോസ്പിറ്റലിൽ കെട്ടി ഓപ്പറേഷൻ ചെയ്ത് വിടുകയും അവിടുന്ന് തന്നെ ഉടനെ തന്നെ പിറ്റേന്ന് തന്നെ സ്വപ്നം കാണിച്ചു കൊടുക്കുക അവർ നാഹൂറിലേക്ക് പോകണമെന്ന് പറയും. അപ്പം ജനങ്ങളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു ലക്ഷക്കണക്കിന് ജനങ്ങൾ ഇത് കാണാൻ വേണ്ടി അത്ഭുതമായ ഒരു കാഴ്ചയായിരുന്നു. അത് കാണാൻ വേണ്ടി ഇങ്ങനെ പെട്ടെന്ന് തന്നെ അവരെ മഹാന്മാരങ്ങ് പറഞ്ഞു വിട്ടു. കാരണം 8 വർഷമായുള്ളവരുണ്ട്, 10 വർഷമായുള്ളവരുണ്ട്, ചിലപ്പോൾ 2 മാസം കൊണ്ട് തന്നെ രോഗം മാറുന്ന ഉള്ള രീതിയിൽ ഉള്ള ഇതുണ്ട്. അത് നമ്മളിവിടെ ഈ മഹാന്മാരോട് നമ്മളെങ്ങനെ നമ്മളിവിടെ പെരുമാറുന്ന ആ രീതിയിലാണ് നമുക്ക്. ലക്ഷക്കണക്കിന് ആളുകൾ ദൃക്സാക്ഷിയായ ഒരു അത്ഭുത സംഭവത്തെക്കുറിച്ചാണ് ഈ വ്യക്തി വിവരിക്കുന്നത്. സാധാരണ ഓപ്പറേഷനുകൾ പോലെ അടയാളങ്ങളും സർജറിയുടെ ലക്ഷണങ്ങളും ശേഷിച്ചുകൊണ്ട് നടന്ന സംഭവത്തെക്കുറിച്ച് ആ പരിസരത്തു നിന്ന് വ്യക്തമായ വിവരം നമുക്ക് ലഭ്യവുമല്ല. വർഷങ്ങളോളം ഏർവാടി ദർഗയുടെ ഭരണസമിതി അംഗമായിരുന്ന സൈനുൽ ആബിദീൻ പറയുന്നത് താൻ ഇത്തരം അത്ഭുതങ്ങൾക്ക് ദൃക്സാക്ഷിയായിരുന്നിട്ടില്ല എന്നതാണ്. എന്താ പദവി ഇരുന്നത്? ஏற்கனவே 98ல இருந்து 2000 வரையிலும் பிரசிடென்ட் സ്വപ്നത്തിൽ വന്ന് ഓപ്പറേഷൻ പண்ற ഇതില്ല. அது எனக்கு தெரியல. முன்ன இருந்ததா? அது அந்த சம்மதம் எனக்கு தெரியாது. அப்படியா? இந்த சரித்திரத்தில் அந்த மாதிரி ஏதாவது? அந்த இது எனக்கு அது எனக்கு அப்பாற்பட்டது. அப்படியா? அப்புறம் தான் வந்தது இல்ல? அப்புறம் வந்ததா? அது அது அந்த விஷயங்கள் எனக்கு அப்பாற்பட்டது. எனக்கு தெரியாது. தெரியாத நான் சொல்றேன். ஆமா. அதுக்கு யோசிப்பு இருக்கா? அதுக்கு நீங்க வந்து இது பண்றீங்களா? இல்ல. அதாவது உங்களுக்கு இல்ல, இப்ப இந்த மாதிரி நடக்குதுன்னு சொல்றாங்களே, அதுக்கு வந்து நீங்க ஒப்போஸ் பண்றீங்களா இல்ல அதுக்கு வந்து? நான் அதுக்கு அப்பா என்னது சிந்தனைக்கு അപ്പാൽപ്പെട്ടത്. മറ്റു വിധത്തിലുള്ള ക്രാമത്തുകളെ കുറിച്ച് അദ്ദേഹത്തിന് അറിയില്ലെന്ന് പറഞ്ഞു. കാരണം ഓപ്പറേഷൻ, അതേപോലെ ഈ ഛർദിക്കല്, മറ്റു കാര്യങ്ങളൊന്നും നമുക്ക് നേരിട്ട് കാണാത്തതുകൊണ്ട് ഇതിനെ കുറിച്ച് ഞാൻ പറയാൻ അറിയില്ല എന്ന് പറയുന്നു.
തദ്ദേശീയർക്ക് അജ്ഞാതവും എന്നാൽ കേരളത്തിൽ നിന്നെത്തുന്ന ഭക്തന്മാർക്ക് മാത്രം അറിയാവുന്നതുമായ ഇത്തരം അത്ഭുതങ്ങൾക്ക് കെട്ടുകഥകളിൽ കവിഞ്ഞ പ്രാധാന്യമില്ല. ഏർവാടി ഭക്തരെ വഞ്ചിക്കുവാനായി കെട്ടിച്ചമച്ച് പ്രചരിപ്പിക്കുന്ന ഇത്തരം കഥകൾ പലപ്പോഴും പ്രവാചകന്മാരുടെ മുജിസത്തുകളെ കവച്ചുവയ്ക്കുന്ന കറാമത്തുകളായിട്ടാണ് പ്രചരിപ്പിക്കാറുള്ളത്. നൂറുകണക്കിന് രോഗികൾ മാസങ്ങളും വർഷങ്ങളുമായി ചങ്ങലകളിൽ ബന്ധിതരായി കഴിയുകയും അവരിൽ പലരെയും ഉറ്റവരും ഉടയവരും ഉപേക്ഷിച്ചു പോകുകയും ചെയ്യുന്നു. എന്നിട്ടും അത്ഭുതങ്ങളെക്കുറിച്ചുള്ള നിറം പിടിപ്പിച്ച കഥകൾക്ക് കുറവില്ല. സ്വപ്നത്തിൽ വന്ന് ശസ്ത്രക്രിയ നടത്തി മാറാരോഗങ്ങൾ സുഖപ്പെടുത്തുന്ന ഈ ശുഹതാക്കൾക്ക് വർഷങ്ങളായി ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന മനോരോഗികളെ സുഖമാക്കാൻ സാധിക്കാത്തത് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് ഉത്തരം ലഭ്യമല്ല. മാനസിക രോഗികൾക്ക് ഇങ്ങനെ ചങ്ങലയിൽ ബന്ധിതരായി കഴിഞ്ഞുകൂടുന്നതുകൊണ്ട് അവരുടെ മാനസിക രോഗം കുറയുന്നില്ലെന്ന് മാത്രമല്ല, ചങ്ങലക്കിട്ടതിന്റെ മുറിവുകളും വ്രണങ്ങളും പഴുത്ത് കാലുകൾ മുറിച്ചുകളയേണ്ട അവസ്ഥ വരെ ഉണ്ടാകുന്നു. അത്യധികം ക്രൂരമായ ഈ പ്രവൃത്തിയെ ന്യായീകരിക്കുകയും നീതീകരിക്കുകയുമാണ് കുബൂരികൾ ചെയ്യുന്നത്. മനഃശാന്തിക്ക് മക്ബറയിലെത്തുന്നവർ, കാലിൽ സ്വയം കുരുക്കൾ തീർത്തു ക്ലേശം ഭരിക്കുന്നവർ, ശരീരത്തിൽ ചങ്ങല വീഴുമ്പോൾ മനസ്സിലെ ചങ്ങലകളാണ് തകർന്നു പോകുന്നത്. ബന്ധനം മനസ്സിന്റെ അടഞ്ഞ വാതിലുകളെ തുറപ്പിക്കാൻ പര്യാപ്തമാകുന്നു. മരുന്നുകളില്ലാതെ മനഃശാന്തി എന്നത് ഏർവാടിയിലെ പ്രത്യേകത. ഇനിയും കണ്ടെത്താത്ത നിഗൂഢമായ മനസ്സുപോലെ ഇവിടെ ശാന്തിയുടെ പൊരുളും ശേഷിക്കുന്നു. പൂമാലയാണ് കാലിലെ കുരുക്കൾ. അസുഖം ഭേദമായവരുടെ കാലിലും വളയങ്ങൾ അവശേഷിക്കുന്നു. അവർ ജോലി ചെയ്യുന്നു, ജനങ്ങളുമായി സമ്പർക്കം പുലർത്തുന്നു, യാതൊരു അസുഖവുമില്ല. പിന്നെ എന്തിന് കാലിലൊരു വളയം? അത് ധരിക്കുന്നതിൽ അവർക്ക് സംതൃപ്തിയാണ്. ആത്മസംതൃപ്തിക്കു കാലിൽ വളയങ്ങൾ അണിയുന്നവർ കിരാതമായ പീഡനങ്ങളുടെയും വലിയ ചൂഷണങ്ങളുടെയും കേന്ദ്രമായി വർത്തിക്കുന്നു എന്നതോടൊപ്പം തന്നെ സാമൂഹിക വിരുദ്ധരുടെയും കുറ്റവാളികളുടെയും ഒളിത്താവളമായും ഏർവാടിയും പരിസരവും മാറിയിരിക്കുന്നു.